Hey friends, welcome to Cooksapp. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സോഫ്റ്റ് ആപ്പം റെസിപ്പിയാണ്. ഈസ്റ്റ് ഇല്ലാത്ത അപ്പം, ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല, കുറുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചെറിയമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നമുക്ക് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശമാവ് പോലെ എളുപ്പത്തിൽ അരച്ച് വെച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയൊരു ബാറ്ററാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ ഈ ഗ്ലാസ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ ഗ്ലാസ്സിൽ ഞാൻ 3 ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുക്കണേ. ഇത് ഏകദേശം ഒരു 4 പേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. 4 to 5 ആൾക്കാർക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റിയ ബാറ്ററാണ്. അപ്പോൾ 3 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. പൊതുവേ ആപ്പം ഉണ്ടാക്കാറുള്ളത് പച്ചരി വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ചരി എടുക്കണേ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പാണ്. ഉഴുന്ന് ബോൾ എന്നൊക്കെ പറയില്ലേ, പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, അപ്പോൾ ഒരു നുള്ളു ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാനിത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുതിർക്കാൻ വയ്ക്കാൻ പോവാം കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം 3 to 4 മണിക്കൂർ വരെ കുതിരാൻ വയ്ക്കണം. എന്നിട്ട് ഞാൻ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ പാലക്കാടൻ മട്ട അരി വെച്ചിട്ടുള്ള ചോറ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വെള്ള അരി വെച്ചിട്ടുള്ള ചോറ് വേണമെങ്കിലും എടുക്കാം. അടുത്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് തരുന്ന ഒരു സാധനമാണ്. 1 കപ്പ് തേങ്ങയുടെ വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇളനീരെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ചേർത്ത് കൊടുക്കുക. ഇളനീര് നമ്മളെ ഫെർമെൻറ്റേഷനും ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ്. ഇനി അടുത്തത് ഇതിലേക്ക് ആവശ്യമുള്ളത് 1 കപ്പ് ചിരവിയ തേങ്ങയാണ്. നിങ്ങൾ ഫ്രീസറിലൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ അത് പുറത്തെടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. തേങ്ങയില്ലെങ്കിൽ നമ്മുടെ ഇളനീരിൻ്റെ കാമ്പുണ്ടല്ലോ, അത് നല്ല ടേസ്റ്റ് ആട്ടോ, അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഇട്ട് വെച്ച പച്ചരിയും ഉഴുന്നും അതൊക്കെയും പിന്നെ ഇതും ഞാനും ഏകദേശം ഒരു 3 to 4 മണിക്കൂർ വരെ കുതിരാൻ വയ്ക്കാൻ പോവാണേ. ഇത് കുറച്ച് കുറവ് നേരം കുതിരാൻ വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ അരി ഉണ്ടല്ലോ പച്ചരി, അത് ഏകദേശം ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അരയ്ക്കണത് കാണിച്ചു തരാം. ഞാൻ ആദ്യം എൻ്റെ ഈ തേങ്ങയും ചോറും ഉള്ള മിക്സ് ഉണ്ടല്ലോ അത് ആദ്യം അരച്ചിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ അരി ഞാനിങ്ങനെ ഒരു ബാച്ച് ബൈ ബാച്ചാണ് അരച്ചെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഞാൻ രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ. അതേപോലെ ഒരു കയ്യിൽ നമ്മുടെ ഇഡ്ഡലി മാവ്, ഇഡ്ഡലി അല്ലെങ്കിൽ ദോശമാവ് ഏതാണുള്ളത് വെച്ചാൽ, എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ ബാറ്ററിന്. നോക്കൂ, ഒരു ഫ്ലോയി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. എന്നിട്ട് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. രാത്രിയൊക്കെ വേണമെങ്കിൽ ഒരു 7 മണിക്കൂർ മിനിമം ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് ഇതാ നോക്ക്, എൻ്റെ ബാറ്ററൊക്കെ നന്നായി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാൻ പോവാം കേട്ടോ. ഞാൻ എൻ്റെ ബാറ്റർ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഉണ്ടാക്കണതിന് കുറച്ച് മുന്നേ ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുത്താൽ പക്ഷെ നമ്മുടെ ആപ്പത്തിൻ്റെ കളറ് മാറും, മാത്രമേ ഉള്ളൂ. അപ്പോൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ പുളിക്കാൻ വെച്ചതിന് ശേഷം നമ്മുടെ മാവ് ഒന്ന് കട്ടിയായിട്ടുണ്ടായിരിക്കും കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവേ. നമ്മുടെ മാവ് ഒന്ന് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവിനെ നമുക്കൊന്നും കൂടെ ഒന്ന് കുറച്ച് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി, നേരത്തെ നമ്മൾ പുളിക്കാൻ വെക്കുന്നതിന് മുന്നേ ഒരു കൺസിസ്റ്റൻസി ഉണ്ടായില്ലേ, ആ കൺസിസ്റ്റൻസിയിലേക്ക് നമുക്ക് ആക്കിയെടുക്കണം. ഇതപ്പോൾ കണ്ടോ, ആ ഫ്ലോയി കൺസിസ്റ്റൻസി വന്നു. ഇനി നമുക്ക് നമ്മുടെ ആപ്പം ഉണ്ടാക്കാം. എൻ്റെ അമ്മ ഞാൻ വരുന്നതിന് മുന്നേ 2 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കണ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു കയ്യിൽ നമ്മുടെ ആപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു കൊടുക്കണേ. എന്നിട്ട് ആപ്പ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഞാൻ അടച്ച് വെക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം.
എനിക്ക് എൻ്റെ അപ്പം ഭയങ്കര ബ്രൗൺ ആയിട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് ലൈറ്റ് ബ്രൗണേ വരാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ അപ്പത്തിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ലൂസൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എൻ്റെ അമ്മയുടെ അപ്പം എന്നെക്കാട്ടിലും സൂപ്പറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ. അപ്പോൾ ഇത് എടുക്കണതിന് മുന്നേ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ അപ്പത്തിൻ്റെ നടുവ് ഭാഗം ഉണ്ടല്ലോ, അതായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ ഒട്ടുണ്ടെങ്കിൽ കറക്റ്റാണ്. എന്നിട്ട് എടുക്കുക. എന്നിട്ട് മാറ്റി ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കാൻ പോവാണ്. ഇതാണ് തൊട്ടപ്പുറത്തുള്ള എൻ്റെ അമ്മയുടെ ആപ്പാണേ. അത് സൂപ്പറായിട്ട് വന്നിട്ടുള്ള നോക്കൂ. പിന്നെ ഞങ്ങൾ പാലക്കാടുകാർ കുറച്ച് ഈ ആപ്പത്തിൻ്റെ കൂടെ ചട്നി കഴിക്കുന്ന ആൾക്കാരാട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ബാക്കിയുള്ള പീസ് മസാലയും കടലക്കറിയും പിന്നെ മസാലക്കറിയൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ആപ്പം ചട്നി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചോപ്പ് ചട്നി ഇല്ലേ, അതിൻ്റെ റെസിപ്പി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അറിയില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഉണ്ടാക്കി നോക്കുക. നല്ല കോമ്പിനേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കോമ്പിനേഷൻ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഇങ്ങോട്ട് കഴിച്ച് തുടങ്ങുകയാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ കേട്ടോ അത്. നോക്കുക, ആപ്പം നല്ല സോഫ്റ്റായിട്ടും വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ ആപ്പത്തിൽ നല്ലോണം പോറസ് കാണും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.